ആഹ്ലാദത്തോടെ പുൽമേട്ടിൽ പൂത്തുനിൽക്കുന്ന കുറിഞ്ഞിപ്പൂക്കൾ കാണാനും ചിത്രങ്ങൾ പകർത്താനും നിരവധി ആളുകളാണ് ദിവസവും പരുന്തുംപാറയിലെത്തുന്നത്. മൂന്നാർ, നീലഗിരി എന്നിവിടങ്ങളിലാണ് കുറിഞ്ഞിപ്പൂക്കൾ കൂടുതലായും വിരിയാറുള്ളത്. പശ്ചിമഘട്ട മലനിരകളുടെ സ്വകാര്യ സ്വത്തായ നീലക്കുറിഞ്ഞി 12 വർഷത്തിലൊരിക്കൽ മാത്രമാണ് പൂക്കുന്നത്. എന്നാൽ പരുന്തുംപാറയിൽ നീലക്കുറിഞ്ഞിയുടെ ഉപവിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് പൂത്തിരിക്കുന്നത്. മനോഹാരിതമായ ഒരു പ്രദേശമാണ് പരുന്തുംപാറ. പരുന്തുംപാറയിൽ കുറിഞ്ഞി പൂത്തിരിക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും ഈ ഓണക്കാലത്ത് വളരെ സന്തോഷകരമായ ഒരു ദൃശ്യാനുഭവമാണ്. ഒരു വർഷം കൂടുമ്പോൾ പൂക്കുന്നവ മുതൽ 16 വർഷം കൂടുമ്പോൾ പൂക്കുന്ന കുറിഞ്ഞിച്ചെടികളും ഇവിടെയുണ്ട്. വശ്യതയാർന്ന നീല നിറമുള്ളതിനാൽ നീലക്കുറിഞ്ഞിയെന്നും മേടുകളിൽ കാണപ്പെടുന്നതിനാൽ മേട്ടുകുറിഞ്ഞിയെന്നും ഇവയ്ക്ക് പല പേരുകളാണ്. മഴയില്ലാത്ത കാലാവസ്ഥയിൽ 3 മാസം വരെ കുറിഞ്ഞിപ്പൂക്കൾ കൊഴിഞ്ഞു പോകാതെ നിലനിൽക്കും. മഴ കുറഞ്ഞതോടെ ഇവിടേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കുമളി. നന്ദുഷയാണ് നമ്മുടെ കൂടെയുള്ളത്. നന്ദു, അല്ലാതെ ചെല്ലുമ്പോഴേ പരുന്തുംപാറ അതിമനോഹരമാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. അതിന് ഈ കുറിഞ്ഞികൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ മനോഹരം അത് കൂടിക്കൂടി വരികയാണ്. സഞ്ചാരികളുടെ ഒരു ഒഴുക്കാണല്ലേ അവിടെ? തീർച്ചയായും പൂജ പറഞ്ഞതുപോലെ അതിമനോഹരമാണ് ഈ പരുന്തുംപാറ. ഈ പൊന്നുംകുടത്തിനൊരു പൊട്ട് എന്ന് പറയും പോലെ അത്രയ്ക്ക് സുന്ദരമാണ് ഇപ്പോൾ അവിടെ. കാരണം സ്വതവേ നല്ല സൗന്ദര്യമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ പരുന്തുംപാറയിൽ നിരവധി ആളുകൾ എത്താറുണ്ട്. അതിനോടൊപ്പം ഇപ്പോൾ കുറിഞ്ഞിപ്പൂക്കൾ കൂടി പൂത്തിരിക്കുന്നത് കൊണ്ട് ഒരു നീല വസന്തം ആ മേഖലയാകെ വിടർന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഏതാണ്ട് ഈ സമയമൊക്കെ ആയപ്പോൾ കുറിഞ്ഞിപ്പൂക്കൾ പൂത്തിരുന്നു. പക്ഷേ അത് മലയുടെ ഏതാണ്ട് താഴ്ഭാഗത്തായിട്ടായിരുന്നു. അത് ആളുകൾക്ക് അത്ര കണ്ടാസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലായിരുന്നു. എന്നാൽ ഇത്തവണ ഏതാണ്ട് മുകൾ ഭാഗം മുഴുവനായി നീലക്കുറിഞ്ഞിയല്ല മേട്ടുകുറിഞ്ഞി എന്ന് പറയുന്ന ഉപവിഭാഗമാണ് പൂത്തിരിക്കുന്നത്. നമ്മുടെ ഈ നീലഗിരിയിലും മൂന്നാറിലും ഒക്കെ നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇവിടെ പൂത്തിരിക്കുന്നത് അതല്ല, കുറിഞ്ഞി വിഭാഗത്തിൽപ്പെടുന്ന ചെടിയാണ്. എല്ലാ വർഷവും പൂക്കുന്നതുമുണ്ട്. അതോടൊപ്പം ഈ പറയുന്ന നീലക്കുറിഞ്ഞി വിഭാഗത്തിൽപ്പെടുന്ന ചെടികളും അവിടെയുണ്ട്. എന്നാൽ ഇത്തവണ പൂത്തിരിക്കുന്നത് മേട്ടുകുറിഞ്ഞി എന്നറിയപ്പെടുന്ന സാധാ കുറിഞ്ഞിപ്പൂക്കളാണ്. അതുകൊണ്ട് തന്നെ ഏതായാലും കാഴ്ചയിൽ വളരെ വ്യത്യാസമൊന്നുമില്ല ഇത് തമ്മിൽ. വളരെയധികം സഞ്ചാരികളാണ് ഇത് കാണാനെത്തുന്നത്. നീല പുതച്ച് നിൽക്കുന്ന പച്ച പുതച്ച മലകൾക്ക് കുറിയ ഒരു നീല വസന്തം വിരിയിച്ചുകൊണ്ടാണ് ആ നീലക്കുറിഞ്ഞി നിറമുള്ള മേട്ടുകുറിഞ്ഞി പൂക്കൾ അവിടെ വിടർന്നിരിക്കുന്നത്. ഏതായാലും മഴയൊക്കെ ഇപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് ഇതേ രീതിയിൽ തന്നെ കുറച്ച് ദിവസം കൂടി തുടർന്നു കഴിഞ്ഞാൽ ഓണാവധിക്കാലത്തൊക്കെ ഇടുക്കിയിലേക്ക് എത്തുന്നവർക്ക് ഈ കുറിഞ്ഞി പൂക്കളുടെ ഈ ഒരു വസന്തം ആസ്വദിച്ച് മടങ്ങാൻ സാധിക്കും. അതോടൊപ്പം ഇവിടേക്ക് എത്തുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം, ഇവിടെ എത്തി നന്നായിട്ട് ഈ സ്ഥലമൊക്കെ ആസ്വദിച്ച് കുറിഞ്ഞിപ്പൂക്കളുടെ ആ സൗന്ദര്യമൊക്കെ നുകർന്ന ശേഷം മടങ്ങാം. അല്ലാതെ അതിലേക്ക് ഇറങ്ങി നിന്നുള്ള ഫോട്ടോ എടുപ്പും അല്ലെങ്കിൽ അപകടകരമായ രീതിയിലോ അതല്ലെങ്കിൽ ആ കുറിഞ്ഞിപ്പൂക്കൾ ചവിട്ടി അരയ്ക്കുന്ന രീതിയിലോ ഒന്നും അത്തരത്തിലുള്ള ഒരു ടൂറിസത്തിലേക്കൊന്നും കിടക്കരുത്. കാരണം നമുക്കറിയാം, മൂന്നാറിൽ കഴിഞ്ഞ തവണയൊക്കെ നീലക്കുറിഞ്ഞി ഉണ്ടായപ്പോൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചത് ഓർമ്മയുണ്ട്. ആ നീലക്കുറിഞ്ഞി കാണാൻ എത്തിയവർ തന്നെ അത് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ പ്രകൃതി നമുക്ക് വേണ്ടി നൽകുന്ന ഇത്തരം നല്ല സമ്മാനങ്ങളെ നമ്മളായിട്ട് കാണാൻ പോയി അതിന്റെ സൗന്ദര്യം ആസ്വദിച്ച ശേഷം മടങ്ങുക, അതൊരിക്കലും അതിന്റെ സംരക്ഷണം എന്ന് പറയുന്നത്. ഏതായാലും പരുന്തുംപാറയിൽ മനോഹര കാഴ്ചയാണ്. കുറിഞ്ഞി പൂത്ത് നിൽപ്പുണ്ട്. അവിടെ ചെല്ലുന്നവർക്കും അത് ആസ്വദിക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും അവസാനം പറഞ്ഞതുപോലെയാണ്, നശിപ്പിക്കരുത്, അത്ര മാത്രമേ പറയാനുള്ളൂ. ശരി നന്ദു.